EMI-യും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. പ്രായം കൂടുമ്പോൾ ഹോം ലോണിന് അപേക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ ദൈർഘ്യമുള്ള ലോൺ കാലാവധി തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കൂടിയ കാലാവധിയുള്ള ലോൺ അപേക്ഷകർ ബാങ്കുകൾ നിരസിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ കാലാവധി തിരഞ്ഞെടുക്കുന്നതിന് പലിശ ലാഭം കുറയ്ക്കാൻ സഹായിക്കും. ഡൗൺ പേയ്മെന്റ് തുക കൂട്ടി ലോൺ തുക കുറയ്ക്കുക. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ബാങ്കുകൾ കുറഞ്ഞ ലോൺ ടു വാല്യൂ റേഷ്യോ ആയിരിക്കും വാഗ്ദാനം ചെയ്യുക. അതായത് വസ്തുവിന്റെ വിലയുടെ 20% മുതൽ 30% വരെ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയി നൽകേണ്ടി വന്നേക്കാം. അതിനാൽ ഡൗൺ പേയ്മെന്റ് പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ലോൺ തുക കുറയ്ക്കുകയും പലിശ, EMI എന്നിവ കുറയ്ക്കുകയും ചെയ്യും. ഇതിനായി നിങ്ങളുടെ സമ്പാദ്യം, സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങൾ ഉപയോഗിക്കാം. വിവിധ ബാങ്കുകളുടെ ഹോം ലോൺ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക. ലോൺ എടുക്കുന്നതിന് മുൻപ് വിവിധ ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക. ചില ബാങ്കുകൾ 45 വയസ്സിന് മുകളിലുള്ളവർക്കായി പ്രത്യേകം സ്കീമുകൾ നൽകാറുണ്ട്. ഇവ വിരമിക്കലിന് ശേഷമുള്ള വരുമാനം കൂടി കണക്കിലെടുക്കുന്നവയായിരിക്കും. സർക്കാർ ബാങ്കുകളുടെ സ്കീമുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം അവയുടെ പലിശ നിരക്ക് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി, 45 വയസ്സിനു ശേഷം ഹോം ലോൺ എടുക്കുമ്പോൾ ഒരു ഹോം ലോൺ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ല തീരുമാനമായിരിക്കും. എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായാൽ ലോൺ തിരിച്ചടയ്ക്കുമെന്ന് ഇത് ബാങ്കിന് ഉറപ്പു നൽകുന്നു.